ചേട്ടോ, വടഗ്രാമത്തിലേക്കുള്ള വഴി. എന്താ ചോദിച്ചേ? ഈ വടക്ക് പോകാൻ വലത്തോട്ടാണോ ഇടത്തോട്ടാണോ? വലത്തോട്ടുമല്ല ഇടത്തോട്ടുമല്ല. അയ്യോ, എൻ്റെ വഴി തെറ്റിയോ? വഴി തെറ്റിയൊന്നുമില്ല, വടക്ക് വഴിയൊന്നുമില്ല. അല്ല, താനെന്തിനാ വടക്ക് പോകുന്നേ? അവിടെ ഒരു പാഴ്സൽ കൊടുക്കാനുണ്ട്. ആനയ്ക്കും കടുവയ്ക്കൊക്കെ പാഴ്സൽ വരാൻ തുടങ്ങിയോ? ആട്ടെ, ആർക്കാ പാഴ്സൽ? ചീരൻ വട. ചീരനെ എനിക്കറിയാം. എന്നാലും താൻ ഇത്ര റിസ്ക് എടുത്ത് അവിടെ വരെ പോകണമെങ്കിൽ തനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും തടയുമല്ലോ. ഈ പാഴ്സൽ അവിടെ എനിക്ക് എത്തിച്ചാൽ 10,000 രൂപ കിട്ടും. ഒലക്ക, ഈ 10,000 കൊടുക്കാൻ വേണ്ടി ഒരുത്തിനും ഇത്ര റിസ്ക് എടുത്ത് അവിടെ പോകില്ല. റിസ്കോ? ഇതവിടെ കൂടെ കൊടുത്താൽ കുറഞ്ഞത് തനിക്ക് 1,00,000 രൂപയെങ്കിലും കിട്ടും, ഇല്ലേ? 1,00,000 രൂപ കിട്ടും, 1,00,000 രൂപ കിട്ടും. ഇതവിടെ കൊണ്ട് കൊടുക്കാൻ 1,00,000 രൂപയോ? അപ്പോൾ ഇതെന്തോ വിലപിടിപ്പെട്ട മുതലാണല്ലോ. ഇവിടുന്ന് വടക്ക് 32 കിലോമീറ്റർ ഉണ്ട് എയർ ഡിസ്റ്റൻസ്. വഴിയില്ല. നടന്നാൽ കുറഞ്ഞത് 50 കിലോമീറ്റർ. ആന, കരടി, കടുവ, കാട്ടുപോത്ത് തുടങ്ങിയ എല്ലാ സാമാനങ്ങളും ഉണ്ട്. തനിക്ക് കിട്ടുന്നതിൻ്റെ പകുതി 50,000 രൂപ തന്നാൽ വടൽ ചീരന് മുമ്പിൽ നേരെ കൊണ്ട് നിർത്താം. എടോ, തൻ്റെ സഹായമൊന്നും എനിക്ക് വേണ്ട. വടക്ക് ജീപ്പ് സർവീസ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ജീപ്പ് പോയിട്ട് ഒരു ഹെലികോപ്റ്റർ പോലും അവിടെ എത്തില്ല. ഏതായാലും തൻ്റെ ഒടുക്കത്തെ പോക്ക. പുലി ബാക്കി വെക്കുന്ന തൻ്റെ എല്ലും കഷ്ണം പോസ്റ്റുകാർ പെറുക്കിക്കൂട്ടി ഇതിലേ കൊണ്ടുവരണ്ടേ. അത് കാണുമ്പോൾ എനിക്ക് കുറ്റബോധം തോന്നാതിരിക്കാൻ പറയുക. സൂക്ഷിക്കണം. 50,000 രൂപ കൂടുതൽ 5 പൈസ ഞാൻ കൂടുതൽ തരത്തില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെ പോരെ. ഇവിടെ വന്ന് കുത്തിയിരിക്കുമായിരുന്നോ? അവൻ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ തന്നെ കാത്തിരിക്കുകയാണോ? ഇപ്പോൾ അവർ അവിടുന്ന് പുറപ്പെട്ടാൽ തന്നെ 2 ദിവസം കഴിഞ്ഞാൽ ഇവിടെ എത്തൂ. ഇത്തവണയായാലും ഇവിടെ എത്തിയാൽ മതിയായിരുന്നു. ഇവിടെ വരാനുള്ള എല്ലാ സൂത്രപ്പണികളും നമ്മൾ ചെയ്തു വെച്ചിട്ടില്ലേ? വരാനുള്ളവനാണേ വരും. വെറുതെ എന്തിനാ വെയിൽ കൊള്ളുന്നത്? കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വന്ന് തിന്നോ, അല്ലേ ഞാനിത് മൊത്തം തിന്നും. എനിക്കുള്ള 2 മാറ്റി വെച്ചിട്ട് ബാക്കി നീ തിന്നു. ആകെപ്പാട് 2 കിട്ടിയുള്ളൂ, അത് മാറ്റി വെച്ചിട്ട് ഞാൻ പട്ടിണി കിടക്കോ? എടോ, ഇത് വെച്ചോ. ഇനി നമ്മൾ കൊടും കാട്ടിക്കൂടി നടക്കണ്ടേ. ഇനി എങ്ങാനും കൂട്ടം തെറ്റിയാൽ പിന്നെ വിസിലോ? പൂർണ്ണമായും വനത്താൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണ് വട. ആകെ ജനസംഖ്യ ഗവൺമെന്റിന്റെ കണക്കിൽ വെറും 4 പേർ മാത്രം. സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് 500-ലധികം ആളുകൾ വടയിലുണ്ടായിരുന്നു അത്രേ. കൂടുതൽ സുഖസൗകര്യങ്ങൾ തേടി ആളുകൾ വടയോട് വിട പറഞ്ഞപ്പോൾ അങ്ങോട്ടുണ്ടായിരുന്ന ഏക വഴി വനം വകുപ്പ് എന്നേക്കുമായി അടച്ചു. ഇന്നിപ്പോൾ വടയിൽ അവശേഷിക്കുന്ന 4 പേർ എന്തിനവിടെ തുടരുന്നുവെന്നോ എങ്ങനെ ജീവിക്കുന്നുവെന്നോ പുറം ലോകത്തിനോ പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് വടക്കാർക്കോ കാര്യമായ അറിവില്ല. വടയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാനുള്ള ഒരേയൊരു മാർഗം സുനിക്കുട്ടനൊപ്പം വടയിലെത്തുക എന്നത് മാത്രമാണ്. അല്ല ചേട്ടാ, വട ഇതിന് മാത്രം ദൂരെയാണോ? അത്രയ്ക്കൊന്നും ഇല്ലടോ. ഇങ്ങനെ അങ്ങ് പോയാൽ നാളെ ഉച്ചയാകുമ്പോഴേക്കും നമുക്കങ്ങ് ചെല്ലാം. നാളെയോ? എന്താ, നാളെക്കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലേ? സാധനം കൊണ്ട് കൊടുത്ത് ഉച്ചയ്ക്ക് ഉണ്ണാറാകുമ്പോഴത്തേനും വീട്ടിൽ കാണുമെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് രാവിലെ പോകുന്നത്. എല്ലാ ദിവസവും ഉച്ചയുണ്ടല്ലോ. എന്നാലും ഒരു ഉച്ചയ്ക്ക് അങ്ങ് ചെല്ലാം. കാള പറ്റുന്ന കേട്ട ഉടനെ കറവക്കാരൻ തപ്പി ഇറങ്ങിക്കോളൂ ഓരോരുത്തർ. അല്ല, തൻ്റെ പേരെന്തോന്നാ പറഞ്ഞേ? സുനി. എന്തോന്നാ? സുനിക്കുട്ടൻ. ഉച്ചയൂണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. നല്ല വിശപ്പ്. നമുക്ക് ഹോട്ടലുള്ള വഴിക്ക് വല്ലതും പോയാലോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പില്ല. വേഗം നടക്കിക്കോട്ടെ. എടോ, ഞാൻ കാശ് കൊടുത്തോളോടോ. ആ കിടുതാപ്പം കൊണ്ട് വരുന്നതിനെ കൂട്ടാൻ വേണ്ടി നാളെ രാവിലെ മാങ്ങാപ്പാറയ്ക്ക് പോകണം. നാളെ രാവിലെ തന്നെ വരുമെന്നുള്ളതിന് എന്താണ് ഒരു ഉറപ്പുള്ളത്? നാളെ രാവിലെ എന്നല്ല, അവൻ വരുമെന്ന് ഒരു ഉറപ്പ് പോലുമില്ല. എന്നാലും നീ നാളെ രാവിലെ മാങ്ങാപ്പാറയ്ക്ക് പോകണം. ഇനി എങ്ങാനും അവൻ വന്നാലോ? ചുമ്മാ എന്നെ മെനക്കെടുത്താൻ ഇത്രയും ദൂരം വന്നവനാണ് ഈ ചെറിയ ദൂരം വരെ എൻ്റെ സഹായം. നിന്റെ സഹായം ഇല്ലെങ്കിലും അവനിവിടെ എത്തും. പക്ഷേ മാങ്ങാപ്പാറയ്ക്ക് ഇപ്പുറത്ത് ഫോറസ്റ്റുകാർ നിറയെ ക്യാമറ നിരത്തി വെച്ചിരിക്കുകയാണെന്ന് നിനക്കറിയാൻ പാടില്ലേ? അതിൻ്റെ മുമ്പിലെങ്ങാനും അവൻ ചെന്ന് കയറി കൊടുത്താൽ എല്ലാം കഴിഞ്ഞു. നമ്മളിൽ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഫോറസ്റ്റുകാരെ പേടിക്കണ്ടല്ലോ. അവൻ്റെ ഒടുക്കത്തെ വരവ്.
എടാ സുനുക്കുട്ടാ, നീ ഈ കഷ്ടപ്പെട്ട് ഈ കുന്ത്രാണ്ടം കൂടെ കൊടുത്താൽ അവന്മാർ നിനക്ക് കാശ് തരുന്ന എന്താ എത്ര ഉറപ്പ്? കാശൊക്കെ നേരത്തെ തന്നെ കിട്ടി. പാഴ്സൽ തന്ന കൂടുതൽ അവന്മാർ ചെക്കും തന്നു. ചെക്കോ? ഏത് ബാങ്കിലെ? ഇത് ബാങ്ക് ഓഫ് ബറോഡ. ബാങ്ക് ഓഫ് ബറോഡ. താനും കാണിച്ചേ. 10 ലക്ഷം രൂപയോ? നമ്മൾ തമ്മിലുള്ള എഗ്രിമെൻറ്റ് 50,000 രൂപയേ ഉള്ളൂ. അതിൽ കൂടുതൽ ഒറ്റ പൈസ ഞാൻ തരത്തില്ല. താൻ ആ പാഴ്സൽ കാണിച്ചേ. അയ്യോ, ഇതിലെന്തായിരിക്കും അല്ലേ? എടുക്കും, നടക്ക്, ബാ പെട്ടെന്ന് നടക്ക്. എനിക്കിനി ഒരടി നടക്കാൻ വയ്യ. നമുക്കിവിടെ വല്ല വിശ്രമിച്ചിട്ട് പോവാം. വിശ്രമിക്കാനോ? അതിന് വിശ്രമിക്കാനുള്ള ദൂരം വല്ല നമ്മൾ നടന്നോ? നടന്നില്ലെന്നോ? രാവിലെ തുടങ്ങി നടപ്പാ. നേരം വൈകിയാൽ കാട്ടിലൂടെ ഇതുവരെ നടക്കാൻ പറ്റത്തില്ല. വന്യമൃഗങ്ങളുടെ വലിയ ശല്യമുണ്ട്. കുറച്ച് ദൂരം കൂടെ നടന്നു കഴിഞ്ഞാൽ കുറേ വലിയ മരങ്ങളുണ്ട്. ഇന്നത്തെ ഉറക്കം അതിൻ്റെ മുകളിലാകാം. അയ്യോ, മരം കയറാനൊന്നും എനിക്കറിയില്ലേ. കാട്ടാന് പഠിക്കുമ്പോൾ താനേ പഠിച്ചോളും. അയ്യോ, എനിക്ക് മരം കയറാൻ അറിയത്തില്ലാഞ്ഞിട്ടാ. എടോ, കഷ്ടത്തിലുള്ളത് പോകാതെ ഉത്തരത്തിലുള്ള എടുക്കണമെങ്കിൽ കാലുകൊണ്ട് എടുക്കാൻ പഠിക്കണം. ഉഗ്രൻ ഐഡിയ. അവസാനം കോണത്തിലുള്ളത് പോകാതെ കൂടെ നോക്കണം. മരം കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇന്ന് നമുക്ക് ഈ പാറപ്പുറത്ത് കിടന്ന് ഉറങ്ങാം. വാ, തൽക്കാലം നമുക്ക് ഈ തണലത്തിരിക്കാം. സാറേ, സാറേ, സാറേ. സാറോ? തെറി വിളിക്കല്ലേടാ മോനെ സുനിക്കുട്ടാ. എനിക്ക് വിശക്കുന്നു, തിന്നാൻ വല്ലതും തരണമല്ലോ. എടാ, നീ ഒരു ദൈവവിശ്വാസിയാണോടാ? ഇന്നലെ വരെയല്ല. എന്നാൽ ഇന്നൊരു ദിവസത്തേക്ക് നീ ഒരു വിശ്വാസിയാവണം. ഇന്നൊരു ദിവസത്തേക്ക് മാത്രം ഞാനാണ് നിന്റെ ദൈവം. ഈ മുഖത്ത് നോക്കി ദൈവമേ എന്ന് വിളിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ലുക്കൽപ്പം കുറവാണെന്ന് കരുതി ദൈവം ദൈവമല്ലാതാകൂടാ. വിശക്കുന്നവൻ ആഹാരം കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ കടമയല്ലേ? ദൈവത്തിന് കടമയോ? നീ എന്നെ വെച്ചങ്ങ് കളിക്കുവാണല്ലോടാ. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ആദ്യം സൃഷ്ടിച്ചു, എന്നിട്ടാണ് നിന്നെ സൃഷ്ടിച്ചത്. നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അല്ലേ വേണ്ട, നീ ഇപ്പം തീറ്റ തേടി ഇറങ്ങിയ ഈ കാട്ടിലൂടെ തീറ്റ തേടി നടക്കുന്ന മറ്റു പലരും നിന്നെ തീറ്റയാക്കും. തൽക്കാലം നീ ഈ കപ്പയങ്ങ് തിന്നെ. കപ്പതാ, എനിക്ക് കപ്പതാ, കപ്പ. നിങ്ങൾക്ക് ഈ പൊതിയൊക്കെ ആയിട്ട് ഞാൻ എവിടെ പോയാലും പൊതിയായിട്ടാണ് പോകുന്നത്. നേരെ ഇരുട്ടതിന് മുന്നേ പാറപ്പുറത്തേക്ക് കയറാം. ചേട്ടാ, എനിക്ക് പേടിയാവുന്നു. നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവുമെന്ന് എനിക്കുള്ളൂ വല്ലാത്തൊരു പേടി. അതൊക്കെ നിന്റെ വെറും തോന്നലാ സുനിക്കുട്ടാ. നീ ഇല്ലേ പിന്നെ ഈ ലോകമില്ല. എനിക്ക് കാശ് വേണ്ട. നാളെ നേരം വെളുത്തു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകും. അല്ല സുനിക്കുട്ടാ, നീ എന്ത് മൃഗമാടാ? ഏയ്, ഞാൻ മൃഗമൊന്നുമല്ല, മനുഷ്യനാ, മനുഷ്യൻ. മനുഷ്യൻ? ഈ കാട്ടിൽ ഒരുപാട് മൃഗങ്ങളുണ്ട്. എല്ല് തിന്നുന്നത്, പുല്ല് തിന്നുന്നത്, അങ്ങനെ പല ജാതി. അവയെല്ലാം ഇവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നു. എന്നിട്ടെല്ലാം തികഞ്ഞ മനുഷ്യ മോനെ സുനിക്കുട്ടാ, നിനക്ക് മാത്രം എന്താടാ ഈ കാടിനെ ഇത്ര പേടി? ശരിയാ, മനുഷ്യർക്ക് എന്തൊക്കെയോ കുറവുകളുണ്ട്. ഇത്രയും നേരം വിശപ്പായിരുന്നു നിൻ്റെ അസുഖം. അതിനുള്ള മരുന്ന് കഴിച്ചപ്പോൾ അടുത്ത അസുഖം പേടി. ആ, ഇപ്പം നിങ്ങളുടെ ചിരി ദൈവത്തിൻ്റെ ചിരി പോലെ തന്നെ.
അയ്യോ പുലി. എന്താണോ? എന്റെ ബാഗ് കൊണ്ടുപോയി. ആര്? താന്. പിന്നെ നിന്റെ തോളെ കിടക്കുന്നത് എന്താ? നമ്മൾ പ്രതീക്ഷിച്ചാലും വേഗം ഇങ്ങ് എത്തിയല്ലോ. ആ വടയെത്തിയോ? വടക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഇത് മാങ്ങാപ്പാറ, വടയുടെ പ്രവേശന കവാടം. ഇതിനപ്പുറം വടയാ. ഞാൻ ഇവിടം വരെ ഉള്ളൂ. അതെന്താ? ഞാനിവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അവന്മാരുമായിട്ട് അത്ര രസത്തിലല്ല. അല്ലേലും അതാ നല്ലത്. അമർ എന്നോട് ഒറ്റയ്ക്ക് വരാനാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വേഗം പോയിട്ട് വരാം. ഇവിടെ തന്നെ കണ്ടേക്കണം. വേഗം വന്നേക്കണം. അമ്മാരുടെ സൽക്കാരം സ്വീകരിച്ച് അവിടെ തങ്ങിയേക്കല്ല. വെറും വൃത്തിയേട്ടന്മാരാ. എൻ്റെ അഡ്വാൻസ് പോലും തന്നിട്ടില്ല. അത് ഓർമ്മ വേണം. ഞാനിവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കും. അമ്മാർക്കവിടെ കുറച്ച് കഞ്ചാവ് ഒക്കെ ഉണ്ട്. വരുമ്പോൾ കുറച്ച് കഞ്ചാവ് കൊണ്ടുവരാൻ മറക്കണ്ട. ചീരനാണോ? ചീരനാണെങ്കിൽ ചീരന് കൊടുക്കാൻ നിങ്ങൾ വല്ല കൊണ്ടുവന്നിട്ടുണ്ടോ? എൻ്റെ അമ്മോ, ഞാനല്ല ചീരനെ കാണിച്ചു തരാം. വാ. ഈ കുന്ത്രാട്ടം കുടിച്ചോ. അല്ല എന്താ ഇതിനകത്ത്? താൻ ഇതുവരെ അത് തുറന്നു നോക്കിയില്ലേ? ഓ, റിസ്ക് എടുക്കണ്ടെന്ന് കരുതി. അല്ല, നിങ്ങൾ 4 പേരും കൂടെ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? എനിക്ക് തരുന്ന കാശ് മതിയായിരുന്നല്ലോ നിങ്ങൾക്ക് നാട്ടിൽ പോയി സ്ഥലം മേടിച്ച് സുഖമായിട്ട് ജീവിക്കാൻ. അത് നിങ്ങൾക്ക് ഞങ്ങളുടെ നാടിനെ അറിയാഞ്ഞിട്ടാ. അയ്യോ, അറിഞ്ഞിടത്തോളം മതിയേ. ഞാൻ പോവാം. പിന്നെ എൻ്റെ ചെക്കേ ഞാൻ നാളെ ബാങ്കി പ്രസൻറ്റ് ചെയ്യുവേ. അല്ല, അങ്ങനെ അങ്ങ് പോയാലോ? എന്താ? നല്ല കഞ്ഞി ഉടുമ്പ് ചുട്ടതുകൊണ്ട് കഴിച്ചിട്ട് കാലത്ത് പോകാം. കാലം കുറയായി ഞാൻ നാട്ടിൽ നിന്ന് പോന്നിട്ട്. ഞാൻ പോവാം. വല്ലാത്ത തിടുക്കമാണല്ലോ. എന്താ വഴിക്ക് വല്ലവരും കാത്തു നിൽപ്പുണ്ടോ? ഇല്ല. അല്ല, ഇനി എന്നായി വടക്ക്? ഒരിക്കലും ഞാൻ ഈ നരകത്തിലോട്ടില്ല. ചേട്ടോ, ചേട്ടാ. എടോ, ഇത് വെച്ചോ. ഇനി എങ്ങനെ കൂട്ടം തെറ്റിയാൽ പിന്നെ വിസിലോ? ഇനി ഒരിക്കലും ഇതുവഴി വരികയില്ല എന്ന് പറഞ്ഞവൻ ഇത്ര പെട്ടെന്ന് നിങ്ങൾ വന്നത് വളരെ മോശമായി പോയി കേട്ടോ. ഞാൻ തൻ്റെ തന്ന പാഴ്സല് തിരിച്ചെൻ്റെ ബാഗിലിട്ടത് താൻ തന്നെയല്ലേ? എനിക്കെന്തിനാ വല്ലവൻ്റെ പാഴ്സല്? അപ്പോൾ ചീരൻ താനല്ലേ? ഞാൻ തന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞോ ക്ഷീരൻ ഞാനാണെന്ന്? അപ്പോൾ പിന്നെ ആരാ ചീരൻ? അപ്പുറത്തെങ്ങാണ്ട് നിപ്പുണ്ട്. ചീരനല്ലേ?
സുനിക്കുട്ട, നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വർഗമോ? സ്വർഗമല്ല, ഇത് വെറും നരകമാ, നരകം. നിനക്ക് മാത്രം എന്താ സുനിക്കുട്ട ഞങ്ങളുടെ സ്വർഗം നരകമായി അനുഭവപ്പെടുന്നത്? എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടണം. മോനെ സുനിക്കുട്ട, സ്വർഗത്തിലേക്കൊരു വഴി എന്ന് നീ കേട്ടിട്ടുണ്ടാവും. സ്വർഗത്തിൽ നിന്നൊരു വഴി അങ്ങനൊന്നില്ല മോനെ.